ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് അത്ര സുഖകരമല്ലാത്തൊരു വാർത്ത കണ്ടുകൊണ്ടാണ്. എഴുന്നേറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കണ്ടതല്ല. നമ്മൾ രാവിലത്തെ പ്രഭാത കൃത്യങ്ങളും കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി ചായയും പ്രാതലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് ഈ യൂട്യൂബിലെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ കാണാതെ വീട്ടിലെ വാർത്തകളൊക്കെ ഒന്ന് കണ്ടു നോക്കുന്നത്. അങ്ങനെ കാണുന്നതിനിടയിൽ ആദ്യം കണ്ട വാർത്തയായിരുന്നു കാറിൽ സഞ്ചരിച്ചിരുന്ന സ്ത്രീയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്നു എന്നുള്ള വാർത്ത. വളരെയധികം അസ്വസ്ഥതയുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. പിന്നീട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഫോളോ വാർത്തകളാണ് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആദ്യത്തെ വാർത്തയിൽ കേട്ടപ്പോൾ മുതൽ മനസ്സിലാക്കിയത് എന്തൊക്കെ ഒരു അഭിഹിതം മണക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് കോൺക്രീറ്റ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ടതിന് ശേഷം പ്രതികരിക്കാമെന്ന് കരുതി ഇന്നലെ രാത്രി കിടക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കണ്ടത് മരണപ്പെട്ട സ്ത്രീയുടെ അമ്മയുടെ പ്രതികരണമായിരുന്നു. ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ മനസ്സിൽ തോന്നിയൊരു കാര്യം, എന്തിന്റെ പേരിലായാലും ഒരു സ്ത്രീ, അതും വളരെ ദാരുണമായിട്ട് കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എങ്കിലും ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ നമ്മൾക്ക് അവരുടെ അമ്മ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ഈ കട എടുത്തതിലാണ് ഈ പ്രശ്നം ഞാൻ മൂത്തത്. അതുവരെ ഇതില്ലായിരുന്നു. ഇത്രയും പ്രശ്നമായത് ആ കട എടുത്തത്. ബേക്കറി തുടങ്ങിയ ഈ ബേക്കറി തുടങ്ങിയെന്ന് പറഞ്ഞാൽ അത് 2 വർഷം പരിചയമുള്ള ഒരു കൂട്ടുകാരന്. അന്നേരം ഇവർക്ക് ഇത് അതായിരിക്കും ഒരു ഇച്ചിരി കനമുള്ള ഇറക്കാൻ എനിക്ക് വേറെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഇത് എടുത്തതിന് ശേഷം ബപ്പരാനെന്ന് പറയുന്ന മരുമോനെ ഇവ അങ്ങോട്ട് ചെല്ലുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. അന്നേരം എന്റെ മോള് പറയും, നിങ്ങൾ എല്ലാതും കൂടെ ഇവിടെ കട ഇങ്ങനെ പിടിച്ചോണ്ടെന്നാ ഒന്നുമില്ലേ ഇങ്ങനെ നിൽക്കാം, നമുക്ക് 2 പേർക്ക് ശമ്പളം കൊടുത്ത് നിൽക്കാൻ ഒക്കത്തില്ല. ഒന്നും നിങ്ങൾ മക്കാടിന് പോകണം. ബപ്പരാൻ്റെ എന്തെങ്കിലും ആട്ടം എടുത്ത് പാചകമില്ലാത്തപ്പോ ഒരു ദിവസം ഇവിടെ മക്കാടിന് വന്ന് ഈ ലോകത്തെല്ലാവർക്കും അറിയാവന്റെ സ്വഭാവം. എന്നിട്ട് ഈ കൊച്ചിനെന്ന് പറഞ്ഞാൽ പണം മതി, എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്റെ മോള് എന്റെ ആണില്ലേ മോക്ക് ഏത് എത്ര ഇഷ്ടപ്പെട്ടാലും പണം വേണം. അന്നേരം പണം ഇത്തിരി കുറയുമ്പോ ഇന്ന് ജോലി ഇല്ലായിരുന്നെങ്കിൽ മക്കിയടഞ്ഞു പോകും, അല്ലെങ്കിൽ മക്കിയടഞ്ഞ് നിന്നിട്ട് അത് പറഞ്ഞിട്ട് കണക്ക് തന്നെ കേട്ട്. എന്നിട്ട് ഈടയാക്കി പറഞ്ഞു പോയി ഒരു ദിവസം ഞാൻ 2 ദിവസത്തിന് മുമ്പ് പോയി മക്കിയട ജോലിയും ചെയ്ത് അവിടെ വാടാക്കി വെച്ചിരുന്ന വീട്ടിൽ സാധനങ്ങളും മേടിച്ചിട്ട് വന്ന് എന്നെ കൊണ്ട് എന്റെ മോളും കൂടെ വേവിപ്പിച്ച് തിന്ന്. മരുമോളെന്ന് പറയുന്ന ഒന്നേ ഉള്ളത് ഇവിടെ ഉണ്ട്. അങ്ങനെ അത് ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഇവിടെ ആ യുവാവിനെ പരിചയപ്പെട്ട ഒരു കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഈ ഭാഗത്ത് കേട്ടാൽ എനിക്ക് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ട് തോന്നില്ല ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കാര്യത്തിൽ. കാരണം പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയാലും ജീവിതത്തിൽ പിടിച്ചിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മേൽഗതി ഉണ്ടാവുള്ളൂ. ഇവർക്കൊരു കാറ്ററിംഗ് സർവീസ് ഉണ്ടായിരുന്നു എന്നാണ് ഇവരുടെ അമ്മ പറയുന്നത്. ആ കാറ്ററിംഗ് സർവീസ് ഉള്ള സമയത്ത് തന്നെയാണ് ഒരു ബേക്കറി തുടങ്ങണമെന്ന് ആശയപ്പെട്ട് ഈ പെണ്ണ് വരുന്നത്. അപ്പം ഇതിനിടക്ക് ഇവർ പറയുന്നുണ്ട് പണത്തിന് വേണ്ടിയുള്ള ആർത്തി എന്ന രീതിയിലാണ് ചില ഭാഗത്തെത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. പണത്തിന് വേണ്ടി ഒരു ആർത്തി എനിക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല. ഞാനടക്കമുള്ള ആൾക്കാർ നമുക്കൊരു ഇൻകം ഉണ്ടെങ്കിൽ പോലും ലൈഫ് കുറെ കൂടി ഫിനാൻഷ്യലി സെക്യൂർഡായ ഒരു സാഹചര്യത്തിലൂടെ പോകണം എന്ന ആഗ്രഹം കൊണ്ട് നമ്മൾ കുറച്ചുകൂടി മറ്റെന്തെങ്കിലും വരുമാനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലും വരുമാനം മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് ആലോചിക്കും. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ബാക്കി കേട്ടു നോക്കാം. മോളെ വാശിയുടെ അവസ്ഥായിരുന്നു. അന്നേരം ഞാനും പറഞ്ഞ് മോളെ നമുക്ക് ഒരു കാര്യം, അന്നേരം ഞാനും പറഞ്ഞു, അന്നേരം അപ്പഴേം പറഞ്ഞു ഈ കുട്ടിയത്ത് ഞാൻ കടയിട്ട് വരാം. സുനീയുടെ അടുത്തൊക്കെ പറഞ്ഞ് ഇവള് കുട്ടിയത്തൊക്കെ തുണിക്കടയിലൊക്കെ ഇഷ്ടം പോലെ നിന്നിട്ടുണ്ട്. അന്നേരം അവരടുത്ത് പറഞ്ഞ ഒരു കട എവിടെങ്കിലും ഒരു സൈഡിൽ കടയിട്ടൂടെ, കടയിടായിരുന്നല്ലേ അത് പറയാന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞ് അത് വേണ്ട, എനിക്ക് കൊല്ലത്തിട്ടാലേ അവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടക്കത്തുള്ളൂ. എന്നിട്ട് പിന്നെ അത്രയൊന്നും വേണ്ടിയില്ല. അന്നേരം കരുതി എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. സമ്മതം കൊടുത്ത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് പോയി എന്നെ വിളിച്ചു കടന്ന് നടത്തി. അപ്പോ ഇതും നേരത്തെ പറഞ്ഞ നമ്മൾ കേൾക്കുമ്പോൾ തോന്നും വീട്ടുകാരൊക്കെ പറഞ്ഞാണല്ലോ കൊട്ടിയത്തിനൊരു കടയിട്ട്. അപ്പോൾ ഒരു തോന്നുമ്പോൾ അവിടെ ഞാനൊരു ബിസിനസ് മൈൻഡാണ് കാണുന്നത്. ഇതൊക്കെ ഇവരുടെ ജെന്യൂനായ ഇന്റൻഷൻ ആണെങ്കിലാണ് ഇവർ പറയുന്നതനുസരിച്ചിട്ട് കുറച്ച് ബെറ്ററായ വരുമാന മാർഗം നോക്കണം, കാറ്ററിംഗ് കൂടാതെ നമുക്ക് മറ്റൊരു വരുമാന മാർഗം വേണം, നല്ല ബിസിനസ് ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഒരു കടയിടണം എന്ന് പറയുന്നതൊക്കെ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉള്ളിൽ കിടക്കുന്ന ഇന്റൻഷൻ നല്ലതാണെങ്കിൽ. മറ്റേതെങ്കിലും ഇന്റൻഷൻ വെച്ചിട്ടാണ് ബേക്കറി തുടങ്ങുന്നത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇന്റൻഷൻ വെച്ചിട്ടാണ് കൊട്ടിയത്ത് തുടങ്ങാതെ കൊല്ലത്ത് തന്നെ തുടങ്ങുന്നതെന്ന് പറയുന്നിടത്ത് കാര്യങ്ങളൊക്കെ മറിയും. ആസ് ഓഫ് നൗ ഇതുവരെ കേട്ടതനുസരിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബേക്കറി തുടങ്ങുന്നതോ അത് കൊല്ലത്ത് തുടങ്ങുന്നതിൽ യാതൊരു രീതിയിൽ അസ്വാഭാവികതയും തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞാൽ അവരുടെ ഇന്റൻഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇട്ട് നോക്കാം. 2 ദിവസം കഴിഞ്ഞ പറയും നിങ്ങൾ ഇവിടെ കയറണ്ട, ഞങ്ങൾ ഇതങ്ങ് ചെയ്തോളാം. ഭർത്താവിന്റെ അടുത്ത് പറയുന്നു നീ ഇപ്പം കടയിൽ കയറണ്ടെന്ന്. അവനും പറഞ്ഞ് കടയിൽ കയറണ്ടെന്ന് പറഞ്ഞപ്പോ ഏത് ഇങ്ങോട്ട് വന്ന് കിടന്ന് ഇവിടെ വീട്ടിൽ കിടക്കത്തില്ല, ഇവിടെ ഇങ്ങോട്ട് വന്ന് കിടന്ന് കൂട്ടുകാരെ വിളിച്ച് കിടന്ന് കരഞ്ഞ് കിടന്നിട്ട് ചോറും കഴിക്കത്തില്ല. കൊച്ചു വന്ന് വിളിക്കാൻ പറയും മക്കളെല്ലാം കഴിയുമോളെ ഞാനിവിടെ എങ്ങനെ കിടന്നോളാം.
എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയും. രണ്ടുപേരും കാര്യത്തിന് എനിക്ക് വിഷമാവും. ഇപ്പോഴും ഞാൻ പറയും, മോളെ ഇതിന്റെ ആവശ്യം എന്തോ, ഈ കടയിട്ടോണ്ട് എന്തോ ഉണ്ട്, ഇവിടെ നിന്ന് ഈ കാറ്റിങ് നടത്തിയാൽ മതിയല്ലേ, സുഖമായിട്ട് എത്ര പേര് രക്ഷപ്പെടുന്നു, നമ്മളെല്ലാം ഉള്ള ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഇങ്ങനെ നടക്കും. മോള് വാ മോളെ, നമുക്ക് അവിടെ പോയി ഓരോന്ന് ചെയ്യാം, ഇനിയിപ്പോ വാടക കൊടുത്തതൊക്കെ പോട്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ച്, അവക്ക് അവിടെ നിന്നാ മതി, ഞാൻ ഈ കടയെ നടത്തുന്നുള്ളു, നിങ്ങൾക്ക് എന്നാ പോ. അത്ര ഞാൻ പോയി മക്കേട് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഒരു ദിവസം ഇവിടെ മക്കേടനും പോയി, ഒരു ദിവസം അത് പോയി, വരുമ്പം പോയി. എന്നിട്ട് ആ പൈസയും ബാക്കി കൊണ്ട് കൊടുത്ത് സാധനം എടുത്തുകൊണ്ട് വന്നു. ഇവിടെ മുതലാണ് എനിക്ക് ഇവരുടെ ഇന്റൻഷനിൽ ചില സംശയം തോന്നി തുടങ്ങുന്നത്. കാരണം കടയിലേക്ക് ഇദ്ദേഹം ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഇനി ഇവിടെ വരണ്ട എന്ന് പറയുക, ഇവര് പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റേയാള്, ഈ ബേക്കറി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റേയാൾ ഇദ്ദേഹത്തോട് ഇനി ഇവിടെ വരണ്ട എന്ന് പറയുന്നതിൽ ഒരു ന്യായക്കേടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം തന്നെ എനിക്ക് ഇദ്ദേഹം ഒരു ദുർബലനായ മനുഷ്യനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ദുർബലനായ മനുഷ്യൻ, അതേപോലെ തന്നെ വളരെ ഇൻസെക്യൂർഡായ ഒരു വ്യക്തി കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം കൂടെ ബേക്കറിയിലേക്ക് പോയിരിക്കുന്നത്. കാരണം ഭാര്യ ഇരിക്കുന്നത് മറ്റൊരു ആണുകൂടെയുള്ള കടയിലാണ്. ഇപ്പൊ സംശയരോഗമാണെന്ന് പറയുമ്പോൾ ആ രീതിയിൽ ചിന്തിച്ചു പോകുന്ന ചില സാഹചര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ആ ഡിസ്കഷൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇൻസെക്യൂരിറ്റി ഉണ്ട്. സംശയരോഗത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഭാര്യ നഷ്ടപ്പെട്ടു പോകുമോ, തനിക്ക് തന്റെ ഭാര്യ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത ഇദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം കൂടെ കടയിൽ പോകുന്നത്. പക്ഷെ അതേസമയം ഇദ്ദേഹം ദുർബലനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു പ്രതികരണം കേട്ട ശേഷം കൂട്ടുകാരെടുത്ത് വന്നിരുന്ന് കരയുക, ഭക്ഷണം കഴിക്കാതെ കിടക്കുക, മകളോട് കഴിച്ചിട്ട് നീ കഴിച്ചോളൂ, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കിടക്കുക, ഇതൊക്കെ ഇദ്ദേഹം ഒരു ദുർബലമായ വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ ഇതുപോലൊരു കൊടും ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒരാൾ ക്രൂരനായതുകൊണ്ടായിരിക്കില്ല ഏറ്റവും ക്രൂരമായിട്ടുള്ള കാര്യം ചെയ്യുന്നത്. അയാൾ ആ സാഹചര്യത്തിലേക്ക് ചെന്ന് എത്തിപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്തതിനെ അപ്പോഴെപ്പോഴും ന്യായീകരിക്കുന്നില്ല. കാരണം എന്തിന്റെ പേരിലായാലും ആ പെണ്ണിനെ കൊന്നത് ശരിയാണെന്ന് ന്യായീകരിക്കുന്നില്ല. അതേസമയം തന്നെ ഇദ്ദേഹത്തിന് മനസ്സിന് വിഷയം ഉണ്ടാക്കുന്ന കാര്യങ്ങളോട് നടന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വരണ്ടാന്ന് തീർത്ത് അതിന് ശേഷമല്ല കട തുടങ്ങിയപ്പോഴേ പറഞ്ഞു. ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞത്. എന്നിട്ട് അതൊന്നും എനിക്കൊന്നും അതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഞാൻ ചോദ്യം അറിഞ്ഞു. 2 വർഷത്തെ പരിചയം എന്നാ പപ്പരയും പറഞ്ഞത്. ഞാൻ അല്ലല്ല, ഇവര് ഞാൻ പറഞ്ഞത് ഒരു വണ്ടി എടുക്കാൻ പോയപ്പോ ഇവന് വണ്ടിക്കൊക്കെ എടുത്തൊക്കെ കൊടുത്തുള്ള പരിചയമുണ്ട്. അന്നേരം ആ നമ്പർ ഇവരെ കയ്യിൽ കിട്ടി. അന്നോട്ട് പിന്നെ അവര് കൂട്ടായി. അങ്ങനെയാണ് ഇത് ഇങ്ങനെ വരാൻ കാര്യം. അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമില്ല. വിളിക്കുകയും പിന്നെ ബന്ധുവായതും പിന്നെ ഇങ്ങനെ പല വീട്ടിൽ മുമ്പൊക്കെ വരുമായിരുന്നു, ഇപ്പം വരത്തില്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കാറും കൊണ്ടുവരും, ചേച്ചി സാധനം എല്ലാം മേടിച്ച് വെച്ച് വാന്നും പറഞ്ഞ് ചേച്ചിയും വിളിച്ചോണ്ട് പോകും. നമുക്കറിഞ്ഞൂടാ. നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇയാൾക്ക് ഇൻസെക്യൂരിറ്റി തോന്നുള്ള ഒരു കാര്യം, അതിന്റെ ആരംഭം ഇവിടുന്നായിരിക്കണം. ഇവർക്കൊരു കാർ എടുക്കാൻ വേണ്ടി സഹായിക്കാൻ വന്നൊരു വ്യക്തിയാണ്. അയാളുമായിട്ട് ഫോണിൽ തുടർന്നും ഇയാളുടെ ഭാര്യ ബന്ധപ്പെടുന്നുണ്ട്. 2 വർഷത്തോളമായി ഇവർ തമ്മിൽ സൗഹൃദത്തിലാണെന്ന് പറയുന്നു. ഏത് രീതിയിലുള്ള സൗഹൃദമാണെന്ന ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നേയില്ല. പക്ഷെ അവരുടെ സൗഹൃദം അത് ഏത് രീതിയിലുള്ളതായാലും ഇയാൾക്ക് വളരെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു ഇൻസെക്യൂരിറ്റിക്ക് പുറമെയാണ് ഇയാൾ അപമാനിക്കപ്പെട്ടുള്ളത് മാത്രമല്ല, ഇയാളെ ഈ പെണ്ണിന്റെ ബിസിനസ് പാർട്ട്ണർ അടിച്ചുവെന്നും പറയുന്നുണ്ട്. ആ സമയത്ത് ഈ പെൺകുട്ടി ഇയാളുടെ ഭാഗത്തുനിന്ന് ഒരു വാക്കുവിനെ സംസാരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പൊ അതൊക്കെ ഇയാൾക്ക് നല്ല വേദന ഉണ്ടാക്കും. അതിനെക്കുറിച്ച് അമ്മ പറയുന്നത് കൂടെ ഒന്ന് കേട്ടു നോക്കാം. അങ്ങനെ മരുമോ ഒന്നും പറയത്തില്ല. അതേ അനങ്ങാതിരുന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ നിങ്ങളടുത്ത് കടയിൽ കയറാൻ ആര് പറഞ്ഞു? ഞാനല്ലേ ചെയ്യുന്നത്, ഞാൻ ചെയ്തോളാം, ഇവിടെ എല്ലാവർക്കും കൂടെ ചെയ്യാനൊന്നുമില്ല. എന്നാ നീ ഒരു സ്റ്റാഫിനെ അങ്ങ് വിട്ടേറി ഒരു തന്നെ നിർത്തി, ഞാൻ കൂടെ ഇവിടെ ഒന്ന് ചെയ്യാം. ഞാൻ എന്തിനാ വെറുതെ കുത്തിയിരിക്കുന്നത്, എന്റെ മോളങ്ങ് പഠിക്കാൻ പോകും, പിന്നെ അവിടെ ആള് വേണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവന് മുതൽ തെറ്റിയും കണ്ട് ഇങ്ങനെ ചെയ്തതാ. അവിടെ ചെന്നപ്പോ ഈ പറയുന്ന ഇവരുടെ ആൺ സുഹൃത്ത് അടിച്ചടിച്ച് അത് 2-3 ദിവസമേ ആയുള്ളു. ആ അടി അടിഞ്ഞതിന് ശേഷം ഇന്നലെയും മെനഞ്ഞാന്നും കട തുറന്നില്ല. അടിച്ചെന്ന് പറഞ്ഞാ ചോദിച്ചു, നീ എന്തോടാ ഷോയും കാണിച്ചോണ്ട് എന്റെ മുമ്പിൽ വരുന്നതെന്ന് ഈ കടയിൽ നിക്കുന്നവൻ ചോദിച്ചു, മരുമോന്റെ അടുത്ത് ചോദിച്ചു. അന്നേരം ചോദിച്ചു, ഏടാ ഞാൻ നിന്റെ അടുത്ത് എന്തോടാ ഷോ കാണിക്കുന്നേന്ന് പറഞ്ഞോണ്ട് ചെന്നപ്പോഴത്തേക്ക് നീ എന്നാ തൊലിക്ക് വിടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അടി ഇവനും കൊടുത്ത് തിരിച്ച് അതേപോലെ. അന്നേരം 2 പേർക്കും ഓരോന്ന് കൊടുത്തേ. ഇവന്റെ കാലിന്റെ മുട്ടിനടിച്ചപ്പോ അവൻ മുതുകത്തും കൊടുത്ത്. 2 പേരെ ഈ 2 അടി കൊടുത്ത്. അതൊന്നും 3-4 ആയുള്ളു. എന്നിട്ട് അതൊന്നും ഞാൻ ആരടുത്തും പറയാൻ സഹിച്ച് ഇവൻ വന്നൊന്നും കഴിക്കത്തില്ല. പിന്നീട് ഇങ്ങോട്ട് ഇവര് പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ഇതേ സംഭവങ്ങൾ തന്നെയാണ്. ഇവരൊരിക്കലും മകളെ ന്യായീകരിക്കുന്നില്ല കേട്ടോ. അതാണ്
ഞാൻ ഈ വീഡിയോ റിയാക്ഷൻ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരുപക്ഷെ ഇവർ മകളെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നിയേനെ മകളെ ഫേവർ ചെയ്ത് ഇവർ സംസാരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ. പക്ഷെ അതേസമയം ഇവർ പറയുന്നത് പലതവണ പറഞ്ഞ് ഇവിടെ തിരുത്താൻ ശ്രമിച്ചു. അപ്പോൾ തിരുത്താൻ ശ്രമിച്ചെന്ന് പറയുന്ന കാര്യത്തിലൊക്കെ ചില അപാകതകൾ നമ്മൾ കാണുന്നുണ്ട്. ആ തിരുത്തൽ നിൽക്കാതെ ഈ പെൺകുട്ടി സൗഹൃദം തുടർന്നു, അതേപോലെ തന്നെ ബിസിനസ് തുടർന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമൊന്നായിട്ട് എനിക്ക് തോന്നുന്നു 1-2 മാസമായിട്ടുള്ളതാണ് വാർത്തയിൽ നിന്ന് കേട്ടുള്ള ഓർമ്മ. കഴിഞ്ഞ ദിവസം രാവിലെ കേട്ട കാര്യങ്ങളാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കട ഇയാൾക്ക് തന്നെ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ധാരണയിലേക്ക് ഇവർ അവിടെയുള്ള ഒരു മെമ്പറിന്റെ സാന്നിധ്യത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കടയിൽ എത്ര രൂപയാണോ പാർട്ട്ണറായിട്ടുള്ള ഹനീഫ് ഇട്ടിരിക്കുന്നത് ആ പൈസ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് കട ഇവർക്ക് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പണം പാർട്ട്ണറും കൂടി തിരിച്ചു കൊടുത്തിട്ട് കട എടുത്തോളാൻ പറഞ്ഞു. ഈ 2 ഓപ്ഷൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവ് അങ്ങോട്ട് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. 15-ാം തീയതി എന്തോ ഡേറ്റ് എന്തോ പറഞ്ഞെന്നാണ് ഓർമ്മ. അപ്പോൾ അതുവരെയും കടയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇല്ല, കടയിലേക്ക് വരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു സീൻ നടക്കുന്നത്. ഇവർ തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന, അയാളുടെ മുട്ടുകാലൊക്കെ പൊട്ടിയ സംഭവമൊക്കെ നടക്കുന്നത്. അതിനുശേഷം ഇയാൾ മെമ്പറോട് സംസാരിച്ചിരുന്നത് മെമ്പർ പറയുന്നുണ്ട്. പിന്നെ മെമ്പർ തന്നെ പറഞ്ഞു, അത് വിട് ചേട്ടാ, എന്തായാലും നമ്മളിപ്പോൾ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് പോട്ടെ, എന്തായാലും നമ്മൾക്ക് ആ പൈസ കൊടുത്തത് അങ്ങോട്ട് ഒഴിവാക്കാം എന്ന രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ ബാക്കിയുള്ള ദുരന്തം അരങ്ങേറുന്നത്. ഇയാൾ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് പറയല, പക്ഷേ ഇയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ അമ്മ ന്യായീകരിച്ച് സംസാരിക്കാത്തത്. അല്ലെങ്കിൽ അവർ പറഞ്ഞു, എൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്തില്ല, പാവമാണ്, അവളുടെ ഭാഗത്തല്ല, ഇയാൾക്ക് സംശയരോഗമാണെന്ന് അവർ വെട്ടി തുറന്ന് പറഞ്ഞേനെ. അങ്ങനെ ഒരു പരാമർശം ഇവർ പറയാത്തതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇയാൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഈ സ്ത്രീ പെരുമാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ത്രീക്ക് ആൺ സുഹൃത്തുമായിട്ടുണ്ടായിരുന്ന ആ സൗഹൃദം ഇവർക്കെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സൗഹൃദമായിരുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ചെയ്യാമായിരുന്ന കാര്യം, അത് ഈ വീട്ടുകാരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെട്ടവരോ ഒക്കെ ഭർത്താവിനോട് ചെയ്യാൻ പറയാമായിരുന്ന ഒരു കാര്യം, ഇവർ തമ്മിൽ ഒരു ഡിവോഴ്സ് വാങ്ങുക എന്നുള്ളതായിരുന്നു. ഒത്തുജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പിരിഞ്ഞു പോകുക എന്നുള്ളതാണ് ചെയ്യാവുന്നൊരു നടപടി. അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നതും പിടിച്ചതും കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇപ്പൊ ആ സ്ത്രീയെ കൊന്നു, ആ സ്ത്രീയുടെ ജീവിതം അതോടെ അവസാനിച്ചു. വളരെ ക്രൂരമായിട്ട് ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു. ഇയാൾ രക്ഷപ്പെടുമോ? ഇയാൾ രക്ഷപ്പെടില്ല. ഇയാള് ഈ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ ഇയാൾ കൊലപാതകയാണ്. അവിടെ ഇയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ഇളവ് ലഭിക്കുമെന്ന് കരുതുന്നില്ല. പ്രത്യേകിച്ച് ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പരമാവധി ശിക്ഷയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അവർക്കൊരു കുട്ടിയുണ്ട്, അതിന്റെ ഭാവി ഒരുപക്ഷെ ആ കുട്ടി നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി മുന്നോട്ട് പോയാലും ഈ ഒരു സംഭവം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന മാനസിക ആഘാതം അത് വളരെ വലുതായിരിക്കും. ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് പകരം പരസ്പരം പിരിഞ്ഞു പോകുന്നതായിരുന്നു ശരിയായൊരു കാര്യം. പക്ഷെ അത് സംഭവിച്ചില്ല. അദ്ദേഹത്തിന് അത് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. മാത്രമല്ല, ഞാൻ പറഞ്ഞ ഒരു ദുർബലനായ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ദുർബലനായ മനുഷ്യരാണ് അവർ സഹിയിട്ട് കഴിയുമ്പോൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്നത്. വീണ്ടും വിചാരമില്ലാതെ ചെയ്താലും ശരി, എന്തായാലും ശരി, ചെയ്തത് ക്രൂരതയാണ്. അതിനനുസരിച്ചുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കണം. പക്ഷേ ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങളിലേക്ക്, ഇത്തരം ഫ്രിക്ഷനിലേക്ക് പോകുന്നു, നമ്മൾക്ക് തിരുത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുക എന്നുള്ളതാണ് ശരിയായ രീതി. അവിടെ കുടുംബത്തെക്കുറിച്ചുള്ള ദുരഭിമാനബോധം, തന്നെക്കുറിച്ച് തന്നെയുള്ള ദുരഭിമാനബോധം, അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പിരിഞ്ഞു പോകുക എന്നുള്ളതാണ് ശരിയായ സൊല്യൂഷൻ. ഇവരുടെ കാര്യത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ രീതിയിൽ കൂടെ ചിന്തിക്കാനായിട്ട്, ഇത്തരം സാഹചര്യങ്ങളിൽ കടന്നു പോകുന്നവരെ ഈ രീതിയിൽ കൂടെ ചിന്തിക്കാനായിട്ട്, ഒരുമിച്ച് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോവുക, മാന്യമായിട്ട് പിരിഞ്ഞു പോവുക എന്ന രീതിയിൽ കൂടി ചിന്തിപ്പിക്കാനായിട്ട് സുഹൃത്തുക്കളായാലും മാതാപിതാക്കളായാലും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നവരായാലും ശ്രമിക്കുന്നത് നല്ല കാര്യമായിരിക്കും. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.